എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചരിത്ര പഠന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉഹദ് യുദ്ധമാണ്. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വലിയ വിജയം നേടി. ശത്രുക്കളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള വിജയമാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ നേടിയത്. സ്വാഭാവികമായും മക്കയിലെ ഖുറൈശികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ബദർ യുദ്ധം നൽകിയ പ്രഹരം. അവരുടെ മുൻനിര നേതാക്കളൊക്കെ ബദറിൻ്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ പ്രതികാരം അവർക്ക് തീർക്കണം. അങ്ങനെ ഉഹദ് യുദ്ധമുണ്ടാവുകയാണ്. ഉഹദ് യുദ്ധമുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശത്രുക്കൾക്ക് ബദർ യുദ്ധത്തിൽ നേരിടേണ്ടി വന്ന ആ വലിയ പരാജയം തന്നെയാണ്. അങ്ങനെ ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം പകുതി ആയപ്പോൾ ശത്രുക്കൾ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ്. അവർ അബൂ സുഫിയാൻ എന്ന് പറയുന്ന വലിയ ധനാഢ്യൻ്റെ അടുത്ത് വന്ന് സാമ്പത്തിക സഹായം നേടി. അങ്ങനെ അവർക്ക് വലിയൊരു സമ്പത്ത് അബൂ സുഫിയാൻ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വിശുദ്ധ പ്രവാചകനെതിരെ യുദ്ധം ചെയ്യുവാൻ അവർ മുന്നിട്ടിറങ്ങി. സംഗീതത്തിൻ്റെ താളത്തോടുകൂടി അവർ യുദ്ധത്തിന് വേണ്ടി വരികയാണ്. ശവ്വാൽ 15-നായിരുന്നു അത്, ഹിജ്റ 3-ാം വർഷം. ഇവിടെ ബദർ യുദ്ധത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുടെ മക്കളൊക്കെ ഇതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നേരിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു സ്റ്റാൻഡാണ് എടുത്തത്. എന്നാൽ ബദറിലെ രക്തസാക്ഷികളുടെ മക്കൾ പറഞ്ഞു, നമ്മൾ ശത്രുക്കളെ ഭയപ്പെട്ട് ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ശത്രുക്കളെ നേരിട്ട് പോയി യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ശത്രുക്കൾ വിചാരിക്കും നമ്മളൊക്കെ ഭീരുക്കളാണെന്ന് വിചാരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1000 സ്വഹാബികളുമായി ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് അബ്ദുല്ലാഹിബിനു ഉബൈയിൻ്റെ മുനാഫിക്കുകളിൽ നിന്ന് 300 ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്ക് ആകെയുള്ളത് 700-ൽ പരം ആളുകൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഉഹദ് യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ഉഹദ് എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് മലയുടെ മുകളിൽ 50ഓളം അമ്പെയ്ത്തുകാരെ നിർത്തിയിട്ട് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് പ്രവാചകൻ. ഉഹദ് മലയുടെ മുകളിൽ വിശുദ്ധ പ്രവാചകൻ 50ഓളം അമ്പെയ്ത്തുകാരെ വിന്യസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ശത്രുക്കളെങ്ങാനും പിന്നിൽ നിന്ന് നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ കുതിരപ്പടയെ നിങ്ങൾ അമ്പെയ്ത് വീഴ്ത്തണം എന്ന് അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ കൊടിയേൽപ്പിക്കത് മുസ്അബ് ബിനു ഉമൈറിനെയായിരുന്നു. അമ്പെയ്ത്തുകാരുടെ നേതാവായി അബ്ദുല്ലാഹിബിന് ജുബൈർ, റുമാത്തിൻ്റെ നേതാവ്. അത് പ്രധാനപ്പെട്ടതാണ്. ഉഹദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാരുടെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? അബ്ദുല്ലാഹിബിന് ജുബൈറാണ്. ഉഹദ് യുദ്ധത്തിൽ നേതാവായി ഏൽപ്പിച്ച സ്വഹാബി ആരാ? മുസ്അബ് ബിൻ ഉമൈറായിരുന്നു. അങ്ങനെ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി. ഈ സമയത്ത് 2 കുട്ടികൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഒന്ന് റാഫി ബിനു ഖദീജും സമുറത്ത് ബിനു ജുന്ദുബും. 2 കുട്ടികൾ. അവർക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. 17 വയസ്സുള്ള 2 കുട്ടികളാണ്. ആദ്യ പ്രവാചകർ അവരെ മടക്കി അയച്ചു. പക്ഷേ റാഫി ബിൻ ഖദീജിൻ്റെ പിതാവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് യുദ്ധം ചെയ്യാനൊരു മോഹമുണ്ട് പ്രവാചകരെ, അതുകൊണ്ട് എൻ്റെ കുട്ടിയെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ അനുവദിക്കണം. അപ്പോൾ പ്രവാചകൻ റാഫി ബിൻ ഖദീജിനെ സമ്മതിച്ചു.
എന്നാൽ സമ്രത്ത് ബിൻ ജുന്ദുബ് അവിടെ വന്നിട്ട് പറഞ്ഞു, റാഫി ബിൻ ഖദീജിനേക്കാൾ റസ്ലിങ്ങിൽ മൽപിടുത്തത്തിൽ ശക്തിയുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് പ്രവാചകരെ എന്നെയും യുദ്ധത്തിന് അനുവദിപ്പിക്കണം. അങ്ങനെ അവർക്ക് 2 പേർക്കും യുദ്ധത്തിനുള്ള അനുമതി വിശുദ്ധ പ്രവാചകൻ കൊടുക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് യുദ്ധം തുടങ്ങുകയാണ്. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഉത്തുബയുടെ മക്കൾ ഈ ഉഹുദ് യുദ്ധത്തിലുണ്ട് ശത്രുപക്ഷത്ത്. മാത്രമല്ല ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തുവാൻ ഹിന്ദുണ്ട്. ഉത്തുബയുടെ മകൾ ഹിന്ദും പോരാളികൾക്ക് ദഫ് മുട്ടിക്കൊണ്ട് പ്രേരണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അബൂ ദുജാന വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്നും ഒരു വാൾ ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ യുദ്ധമുഖത്ത് ഉറച്ചു തന്നെ നിൽക്കും. അതോടൊപ്പം തന്നെ ഉഹുദ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ ധീരനായ ഒരു പടയാളിയായി, ധീരസിംഹമായി, ഗർജിക്കുന്ന സിംഹം പോലെ എടുത്തു ചാടുന്നുണ്ട് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുദ്ധം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി എന്ന് പറയുന്ന ഒരു അടിമ, അദ്ദേഹം ജുബൈർ ബിൻ മുത്ഇമിൻ്റെ അടിമയാണ്.